ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ അലീനെടുത്ത് രേവതി പറയുന്നുണ്ട്, ചിലപ്പോൾ അവരൊക്കെ നല്ല ആളുകളായിരിക്കും ചേച്ചി. നല്ല ആളുകളായിട്ടാണോ എന്നെ ഉപേക്ഷിച്ചത്? കുറച്ച് നാൾ കഴിയുമ്പോൾ ചേച്ചിനെ അവർക്ക് മനസ്സിലായെങ്കിലോ, ചേച്ചിനെ അംഗീകരിച്ചാലോ എന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ല, അതൊരിക്കലും സംഭവിക്കില്ല. അവരുടെ മനസ്സിൽ ഞാൻ മരിച്ചു പോയതാ, അതിന് ഒരു തെളിവുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നതിന്, ഞാൻ അവരുടെ മകളാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കിടന്നുറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെ നമ്മുടെ മനുവിൻ്റെ വീട്ടിലേക്ക് ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ എവിടെയാണ്? മോളിൽ കിടക്കുന്നുണ്ട് ഡോക്ടർ എന്ന് പറയണം. മുത്തശ്ശന് ഒട്ടും വയ്യ, നല്ല ശ്വാസം മുട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ വരികയാണ്. അപ്പോൾ മനുവുണ്ട്, മനുവിൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ ശ്വാസം മുട്ട്? നല്ല ശ്വാസം മുട്ടുണ്ട് ഡോക്ടർ എന്ന് പറയാണ്. ഇന്നലെ ഒരു യാത്ര പോയി തിരുവനന്തപുരം വരാം അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. മനു തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ശ്വാസം മുട്ടലിൻ്റെ സമയത്ത് ആ യാത്ര ഒഴിവാക്കുമായിരുന്നു. അല്ല, ശ്വാസം മുട്ടൽ നല്ല കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലോ? അവിടെ ആകുമ്പോൾ ICUയിൽ കിടക്കാം, ഓക്സിജൻ്റെ സഹായമുണ്ട്, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടല്ലോ. അത് വേണ്ട ഡോക്ടർ, ഞാൻ ഇവിടെ കിടന്നോളാം. എനിക്ക് കണ്ണടയ്ക്കുമ്പോഴേക്കും എൻ്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ടിട്ട് എൻ്റെ സ്വന്തം തറവാട്ടിൽ കണ്ണടയ്ക്കാലോ. എനിക്ക് ഹോസ്പിറ്റലൊന്നും ശരിയാവില്ല. അവിടുത്തെ സുഖം എന്നെ ഇതിനു മുമ്പ് അനുഭവിച്ചതാണല്ലോ, അത് വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് മുത്തശ്ശൻ പറയാണ്. ആ സമയത്ത് ഡോക്ടർ മനുവിനോട് പറയുന്നുണ്ട്, എന്നാലും മനു, മുത്തശ്ശൻ്റെ വയ്യായിക അറിയാലോ, തിരുവനന്തപുരം വരെ അതും കാറിൽ കൊണ്ടുപോകേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും, എന്ത് പറയാൻ ഡോക്ടർ, ആരോട് പറയാനാ? എന്തിലും പറഞ്ഞാൽ ഇവൻ കേൾക്കോ എന്ന് ചോദിക്കുകയാണ് അമ്മ. ആ സമയത്ത് മനു ഒന്നും മിണ്ടുന്നില്ല. അല്ല, തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും മനു ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇതന്നെയാണ് ഡോക്ടർ, എന്തിനാ ആവശ്യമെന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടില്ല. അത് മുത്തശ്ശൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ പോയതാണ് എന്ന് ഡോക്ടറോട് മനു പറയുമ്പോഴേക്കും അമ്മ ചോദിക്കണ്ടേടാ, നിൻ്റെ മുത്തശ്ശൻ ചൊവ്വയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കൂടാ, നീ പറയടാ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ശല്യങ്ങൾ ഒന്നും മിണ്ടാതിരിക്കോ, എനിക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്നുറങ്ങണം എന്ന് പറയാണ്. ഡോക്ടർ പറയണ്ട, മുത്തശ്ശൻ കിടന്നുറങ്ങിക്കോ, ഒരാൾ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ മനു പറയണ്ട, അച്ഛാ ഞാൻ നിന്നോളാം, ശരി എങ്കിൽ ഞാൻ ഡോക്ടറെ കൊണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും റൂമിൽ നിന്ന് പോവാണ്. മനു മാത്രം റൂമിൽ നിൽക്കുക കേട്ടോ. ശേഷം പറയണ്ടേ, അവർ പറഞ്ഞത് കേട്ട് നീ വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ, നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് പോയിരുന്നത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മനുക്ക് സമാധാനമാവുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രജീത മമ്മീനെയാണ്. മമ്മി എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു ഗ്ലാസ് ചായ ആയിട്ട് അലീന വരികയാണ്. മമ്മി ഇന്ന ചായ മോള് കുടിച്ചോ? ഞാൻ കുടിക്കാം മമ്മി എന്ന് പറയാണ്. മോളെ, ഇന്ന് നീ ഒരു സ്ഥലം വരെ പോകണം. എവിടെയാണ് മമ്മി? കൊല്ലത്ത് ഒരു ഓർഫണേജ്, ത്യാഗ ഓർഫണേജ്. ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടികളുടെ ഓർഫണേജ് അല്ലേ? അവിടേക്ക് നീ ചിന്നുമോളെയും കൂട്ടിക്കൊണ്ട് പോകണം. ചിന്നുമോളെയും കൂട്ടിക്കൊണ്ടോ? അതെ, അവളെ ആ ഓർഫണേജിൽ ആക്കാൻ പോവാ. നമ്മുടെ ചിന്നുമോളെയോ? എന്തിനാ മമ്മി അവളെ ഓർഫണേജിലാക്കണത്? അവളെ ഞാൻ നോക്കാം മമ്മി എന്ന് പറയുമ്പോൾ, അത് പറ്റില്ല മോളെ, നിനക്ക് തന്നെ നോക്കാനായിട്ട് ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയുള്ളൂ. ഇനി നിനക്ക് അവളെ നോക്കാൻ അത് ശരിയാവില്ല. ത്യാഗം ഓർഫണേജ് നല്ലതാ, അവിടെ കോൺവെൻറ്റുകാർ നടത്തുന്ന ഓർഫണേജാണ്. അവിടെ നമ്മളെക്കാളും സൗകര്യമുണ്ട്, പിള്ളേർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, പിന്നെ പിള്ളേരെ നല്ല ട്രെയിനിങ് കൊടുക്കാനും പിള്ളേരെ നന്നായിട്ട് ഏറ്റെടുക്കാനും ഭക്ഷണം കൊടുക്കാനും 4 നേരം ഭക്ഷണം കൊടുക്കാനും കളിപ്പാട്ടങ്ങളും കളിസ്ഥാനങ്ങളും വലിയൊരു കോൺവെൻറ്റാണ്. അവിടെ ചിന്നുമോൾക്ക് ഒരു കുറവുണ്ടാവില്ല. ഇവിടത്തെ പോലെയൊന്നും അല്ല. അവളുടെ സുഖമായിട്ട് ജീവിക്കട്ടെ, അതല്ലേ നമുക്ക് വലുത്. എന്നാലും ചിന്നുമോൾ, അവളെ നമ്മൾ എത്ര സ്നേഹിച്ച് ലാലിച്ച് വളർത്തിയതാ മമ്മി. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ആക്കണ്ടേ. അതുകൊണ്ട് നീ എന്തായാലും കൊല്ലത്ത് പോകണം. എപ്പോഴാണ് പോകേണ്ട മമ്മി? അത് ഇപ്പം തന്നെ അവളെ റെഡിയാക്കിക്കോ, കുളിപ്പിച്ച് റെഡിയാക്കിക്കോ. ചെറിയ ബാഗിൽ അവളുടെ സാധനങ്ങളൊക്കെ എടുക്കണം. മമ്മി, ഞാൻ രേവതിനെയും കൂടി കൊണ്ടുപോയിക്കോട്ടെ? തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? എനിക്ക് വിഷമം സഹിക്കാൻ പറ്റില്ല മമ്മി. അപ്പോൾ എനിക്കാരെ കൂട്ട് എന്ന് മമ്മി ചോദിക്കുമ്പോൾ, ഇവിടെ സിസ്റ്റർ ഉണ്ടല്ലോ, ഞാൻ സിസ്റ്ററെ പറഞ്ഞ് ഏൽപ്പിക്കാം, ഞാൻ രേവതിനെയും കൂടി കൊണ്ടുപോയിക്കോട്ടെ എന്ന് അലീന പറയുമ്പോഴേക്കും, ശരി എങ്കിൽ അവളെയും കൊണ്ടുപോയിക്കോ എന്ന് പറയാണ് നമ്മുടെ മമ്മി. ആ സമയത്ത് നമ്മുടെ ചിന്നൂനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി. കരഞ്ഞുകൊണ്ടിട്ടാണ്ടോ കുളിപ്പിക്കണത്. രേവതി എടുത്ത് അലീന ചോദിക്കണ്ടേ, എന്താ രേവതി ഇത്? എത്ര നേരം ഇവളെ കുളിപ്പിക്കണത്? കുളിപ്പിച്ച് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രേവതി എഴുന്നേറ്റ് പോവാണ്. നീ എന്താ കരയുവാണോ? അല്ല, ചിന്നു വെള്ളം തെറിപ്പിച്ചതാ. നിൻ്റെ കണ്ണിലോ? ചേച്ചി ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ നെഞ്ചു പൊട്ടിയിരിക്കുക. കരയരുത്, അവളുടെ മുമ്പിൽ കരഞ്ഞാൽ അവൾക്ക് വിഷമമാകും. അതെ ചിന്നുക്കുട്ടി, നമുക്ക് റെഡിയായാലോ? നമ്മൾ എവിടേക്കാണ് പോകാൻ പോകുന്നത്? അങ്ങ് ദൂരെ ഒരു സ്ഥലത്തേക്ക്. അതെയോ, നമ്മൾ ഒരുമിച്ച് പോകും എന്ന് പറയാണ്. അവിടെ എന്തിനാണ് പോകുന്നത് എന്ന് ചിന്നു ചോദിക്കുമ്പോൾ, അവിടെ മാനുണ്ട്, മയിലുണ്ട്, കളിപ്പാട്ടുണ്ട്. ഹായ്, നമുക്ക് പോവാം എന്ന് പറയാണ്. രേവതിയും അതുപോലെ തന്നെ അലീനെ നെഞ്ചു പൊട്ടുന്ന വേദനയിൽ ചിന്നുവിനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറി സുന്ദരിയാക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മുടെ മമ്മിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആഹാ, എൻ്റെ ചിന്നുമോള് സുന്ദരിയായല്ലോ മമ്മി, നമുക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും പോവാം, മമ്മിക്ക് ഞാൻ പൗഡർ ഇട്ട് തരാവേ എന്ന് പറഞ്ഞിട്ട് ചിന്നു കുറച്ച് പൗഡർ മമ്മിയുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മമ്മി പറയേണ്ടത്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ വിഷമിച്ച് കഴിഞ്ഞാൽ ചിന്നുക്കും അത് വല്ലാത്ത വിഷമമാകും. അപ്പോൾ നിങ്ങൾ യാത്രയ്ക്ക് പോകാൻ റെഡി ആയിക്കുമെന്ന് എന്ന് പറയാണ്. അലീനയുടെ
മുഖത്ത് ചിന്നു പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർ 3 പേരും കരയാതെ പിടിച്ച് നിൽക്കുകയാണ് ചിന്നുവിൻ്റെ മുമ്പിൽ. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പോയില്ലെങ്കിലോ എന്നാലോചിച്ചിട്ട് അവർ മനസ്സിലെ വേദന എല്ലാം കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ശേഷം ചിന്നുവിനെ റെഡിയാക്കിയിട്ട് അലീനയും രേവതയും കൂടി ചിന്നുവിനെയും കൊണ്ട് കോൺവെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. സ്നേഹനികേതൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ്. സമയം വൈകിക്കേണ്ട മക്കളെ, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് മമ്മി പറയുന്നുണ്ട്. ശരി മമ്മി, എടുത്ത് ടാറ്റ പറ മോളെ. ടാറ്റ മമ്മി, പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിന്നു അവിടെ നിന്ന് കളിക്കുവാണ്. ശേഷം അവിടേക്ക് നിലത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഞാൻ നടന്നു വന്നോളാം എന്ന് പറഞ്ഞിട്ട് ചിന്നു നിലത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അലീനടുത്തും രേവതിയുടെ പറഞ്ഞിട്ട് വേഗം വാ വേഗം വാ, സമയം പോയി, വേഗം വാ എന്ന് പറയുന്നത്. അപ്പോൾ രേവതി എടുക്കുന്നുണ്ട്. രേവതി ആൻറ്റി, നമുക്ക് അവിടെ പോയിട്ട് കുറേ നേരം കളിക്കാൻ കേട്ടോ എന്നൊക്കെ പറയാണ്. ടാറ്റ മമ്മി, ടാറ്റ ടാറ്റ എന്ന് ചിന്നുമോള് ദൂരെ എത്തണ വരെ നമ്മുടെ മമ്മിക്ക് ടാറ്റ കൊടുക്കുന്നുണ്ട്. അവരുടെ പോക്ക് കാണുമ്പോൾ മമ്മി നെഞ്ചു പൊട്ടുന്ന വേദനയിൽ അവരെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശേഷം നമ്മുടെ രേവതിയും അലീനയും ചിന്നുവും കൂടി ത്യാഗഭവനിലേക്ക് എത്തുന്നുണ്ട്. അത് കൊല്ലത്തൊരു ഓർഫനേജ് ആണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ അവിടെ എത്തുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ ചോദിക്കേണ്ടത് ഇത് തന്നെയല്ലേ? ആ ഇത് തന്നെയാണ് എന്ന് പറയാണ്. ശേഷം അവർ ആ ഓർഫനേജിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ചിന്നുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. വാ വാ കയറി വാ, രേവതി ആൻറ്റി കയറി വാ, നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കയറുവാണ്. അപ്പോൾ അവിടെ കുറേ പിള്ളേരുണ്ട് കേട്ടോ. അപ്പം സിസ്റ്റർമാർ ആ പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സിസ്റ്റർ ചോദിക്കേണ്ട ആരെങ്കിലും കാണാൻ വന്നതാണോ? ഞങ്ങൾ പ്രജിത മമ്മി പറഞ്ഞിട്ട് വന്നത്. ഓ, സ്നേഹനികേതൻ നിർത്തുന്നതല്ലേ, വരൂ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് ഓഫീസിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഓ, ഇതാണ് ആ കുട്ടിയല്ലേ, എന്താ മോളുടെ പേര്? ചിന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചിന്നു രേവതിയുടെ മലീനിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ. ഇവളോട് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സിസ്റ്റർ, സാരില്ല, അവൾ ഓക്കെ ആയിക്കോളും, ഇവിടെ കുട്ടികളുണ്ടല്ലോ, അവൾ ശരിയായിക്കോളും എന്നൊക്കെ പറയാണ്. ശേഷം അവിടുത്തെ മദർ സുപ്പീരിയറെ കാണുന്നുണ്ട്. പുള്ളിക്കാരി പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് പ്രജിതാമ്മ മമ്മിക്ക് ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ മമ്മിക്ക് തീരെ സുഖമില്ല, എന്ത് ചെയ്യാനാ, കർത്താവിൻ്റെ തീരുമാനം നമുക്കറിയില്ലല്ലോ മക്കളെ, എന്തായാലും ഇവിടെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഇവളിവിടെ ഓക്കെ ആയിരിക്കും എന്ന് പറയാണ്. ശേഷം നമ്മുടെ അലീന കുറച്ച് പൈസ കൊടുക്കണം. ഓ, ഇതൊന്നും വേണ്ടായിരുന്നു, പ്രജിത മമ്മി തന്നു വിട്ടതാന്ന് പറയുമ്പോൾ അവരത് മേടിക്കുന്നുണ്ട്. ശേഷം കുറച്ച് ചോക്ലേറ്റ് കൊടുക്കുകയാണ്. ഇതും പിള്ളേർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അലീന കൊടുക്കുമ്പോൾ അന്നൊരു കാര്യം ചെയ്യാം, ചിന്നു തന്നെ കൊടുക്കട്ടെ എന്ന് പറയാണ്. അതെന്താ, ചിന്നുയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ അതേലോ, ഇന്ന് ചിന്നുയുടെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ അല്ലേ അലീന? അതെ അതെ, ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ ചിന്നുക്ക് സന്തോഷമാവാണ്. ചിന്നു അവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മിഠായി വിതരണം ചെയ്യുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലീനയും അതുപോലെ തന്നെ രേവതിയും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രേവതി ആകെ വിഷമിച്ച് പൊട്ടിക്കരയായിട്ട് റോട്ടിൽ ഇറങ്ങുമ്പോഴേക്കും. അപ്പോൾ അലീന പറഞ്ഞിട്ട്, രേവതി എന്താ നീ കാണിക്കുന്നത്, പബ്ലിക് പ്ലേസാണ്, ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് രേവതിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരുവാണ്. ആ സമയത്ത് രേവതിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൂട്ടർ നമ്മുടെ മമ്മീനെ വിളിക്കുന്നുണ്ട്. അതിനെന്താ, രേവതിനെ ഞങ്ങൾ എടുത്തോളാം എന്ന് ആ കൂട്ടർ പറയാണ് ഫോണിലൂടെ. ശേഷം നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട്, ആ കുട്ടി അലീനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയാട്ടോ. അത് ശരി, അനുസരിക്കാൻ മുത്തശ്ശ, ഞാൻ കൊണ്ടുവന്നോളാം എന്ന് മനു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.